ഇന്ത്യ ന്യൂസിലാൻഡ് സീരീസ് ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ ന്യൂസിലാൻഡ് ഡോമിനൻസോടെ ഇന്ത്യയെ തോൽപ്പിച്ചു. മൂന്നാമത്തെ മത്സരം വിജയിക്കുന്ന ആൾക്ക് കപ്പ് എന്ന അവസ്ഥയിൽ നിൽക്കെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ന്യൂസിലാൻഡിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ന്യൂസിലാൻഡിനെ ഒരു ചെറിയ ടോട്ടൽ ഒതുക്കാം, ഇതായിരിക്കണം ഇന്ത്യയുടെ പ്ലാൻ. ഇന്ത്യയുടെ പ്ലാൻ തുടക്കത്തിൽ വിജയിക്കുക തന്നെ ചെയ്തു. 58 റൺസ് എടുക്കുന്നതിനിടയിൽ ന്യൂസിലാൻഡിന്റെ 3 വിക്കറ്റുകൾ നഷ്ടമായി. ന്യൂസിലാൻഡ് ഒരു ചെറിയ ടോട്ടൽ ഒതുങ്ങും, ഇതായിരിക്കണം ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഇന്ത്യൻ പ്രതീക്ഷകളുടെ മേൽ അടിച്ച ആണിയായിരുന്നു പിന്നീട് നടന്ന ബാറ്റിംഗ് വിസ്ഫോടനം. മിച്ചലിന്റെയും ഫിലിപ്സിന്റെയും 58ാം റൺസിൽ തുടങ്ങിയ പാർട്ണർഷിപ്പ് 227 റൺസ് വരെ തുടർന്നു. ഇന്ത്യൻ സ്പിന്നേഴ്സിനെയും ഇന്ത്യൻ സീമേഴ്സിനെയും അവർ ഒരുപോലെ അടിച്ചു പറത്തി. രണ്ടുപേരും സെഞ്ചുറികളും അടിച്ചു. ഒടുവിൽ ന്യൂസിലാൻഡ് ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ബോർഡിൽ 337 റൺസ് ചേർന്ന് കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ ബൗളേഴ്സിൽ ഏറ്റവും കൂടുതൽ റണ്ണ് വിട്ടുകൊടുത്തത് ഹർഷിത് റാണയായിരുന്നു. 84 റൺസാണ് ഹർഷിത് റാണയുടെ 10 ഓവറിൽ നിന്നും അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഇന്ത്യക്ക് വിജയ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. കാരണം ഏത് വമ്പൻ ടോട്ടലും ചേസ് ചെയ്യാൻ തക്കവണ്ണം മികച്ചതാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര. പക്ഷെ ഒരു ലൈഫ് കിട്ടിയിട്ടും രോഹിത് ശർമ്മയ്ക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. 11 റൺസാണ് രോഹിത് ഇന്നലെ അടിച്ചു കൂട്ടിയത്. ശരിക്കും രോഹിത്തിന്റെ ബാറ്റിൽ നിന്നും മികച്ച ഒരു ഇന്നിംഗ്സ് ഇന്ത്യ ആഗ്രഹിച്ച ഒരു മാച്ചായിരുന്നു നടന്നത്. രോഹിത്തിന് പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും 23 റൺസിന് ബൗൾഡായി. പുറകെ വന്ന രാഹുലും ശ്രേയസ് അയ്യരും വന്നതുപോലെ മടങ്ങി. ഇന്ത്യ പരാജയം മുന്നിൽ കണ്ടു തുടങ്ങി. അപ്പോഴും ഏത് തകർച്ചയിൽ നിന്നും ഇന്ത്യൻ ടീമിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ആ ബാറ്റ്സ്മാൻ ക്രീസിലുണ്ടായിരുന്നു. ജേഴ്സി നമ്പർ 18 വിരാട് കോഹ്ലി. കോഹ്ലിയും നിതീഷ് കുമാർ റെഡ്ഡിയും നടത്തിയ പാർട്ണർഷിപ്പിൽ ഇന്ത്യ പൊരുതാൻ തുടങ്ങി. പക്ഷെ റെഡ്ഡി 53 റൺസിൽ പുറത്തായതോടെ കോഹ്ലി സമ്മർദ്ദത്തിലായി. പിന്നാലെ വന്ന് ജഡേജയും വന്നതുപോലെ മടങ്ങി. ഇന്ത്യ പരാജയം ഏകദേശം ഉറപ്പിച്ചതായിരുന്നു. എല്ലാവരെയും ഞെട്ടിച്ചത് ഹർഷിത് റാണയുടെ ബാറ്റിംഗ് ആയിരുന്നു. 4 4-ഉം 4 പടുകൂറ്റൻ 6-ഉം. ഇന്ത്യ തോൽവി ഉറപ്പിച്ച മത്സരം ജയിക്കുമെന്ന സാഹചര്യത്തിലായി. ഇതിനിടയിൽ ഹർഷിത് റാണ തന്റെ ഹാഫ് സെഞ്ചുറി പൂർത്തിയാക്കി. കോഹ്ലി തന്റെ 55ാം സെഞ്ചുറിയും പൂർത്തിയാക്കി. സെഞ്ചുറി അടിച്ച കോഹ്ലിയിൽ നിന്നും വലിയ ആഘോഷങ്ങളൊന്നും കണ്ടില്ല. കാരണം അയാൾക്കറിയാമായിരുന്നു തന്റെ സെഞ്ചുറിയേക്കാൾ വലുത് ടീം ഇന്ത്യയുടെ വിജയം എന്നതായിരുന്നു. ഹർഷിത് റാണ ഒരു 6 അടിക്കാൻ ശ്രമിച്ച് ഔട്ടായി. പിന്നാലെ വിരാട് കോഹ്ലിയും 124 റൺസിൽ പുറത്തായതോടുകൂടി ഇന്ത്യൻ പ്രതീക്ഷകൾ പൂർണ്ണമായി അവസാനിച്ചു. അങ്ങനെ 37 വർഷങ്ങൾക്ക് ശേഷം ന്യൂസിലാൻഡ് ഇന്ത്യൻ മണ്ണിൽ വന്ന് ഒരു ODI സീരീസ് വിജയിച്ച് മടങ്ങി. ഇന്ത്യക്ക് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ പാളിപ്പോയ ഒരു മത്സരമായിരുന്നു ഇത്. ന്യൂസിലാൻഡ് ഒരു പറ്റം യങ് പ്ലേയേഴ്സുമായിട്ടായിരുന്നു ഈ ODI സീരീസിലെത്തിയത്. ന്യൂസിലാൻഡിലെ പല മികച്ച പഴയ പ്ലേയേഴ്സിനും പറ്റാതെ പോയ വിജയമാണ് ഈ യങ് ടീം നേടിയെടുത്തത്. ഇതേ ന്യൂസിലാൻഡിനോട് തന്നെയാണ് ഇന്ത്യ കഴിഞ്ഞ വർഷം ടെസ്റ്റിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടത്. ഇപ്പോഴിതാ ഈ ODIയിലും ഇന്ത്യ തോറ്റിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് 5 T20 മത്സരങ്ങൾ. അതിൽ ഇന്ത്യ വിജയിക്കും. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ?